സാർത്ഥം. രാജസ്ഥാനിൽ ഇരിക്കുമ്പോഴാണ് അയാൾ അവിടുത്തുകാരിൽ ഒരാളുടെ സാർത്ഥത്തിൽ പങ്കെടുക്കുന്നത്. മരിച്ച് 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. പുകഴ്ത്തിപ്പറച്ചിലാണെന്ന് വിചാരിക്കരുത്. മരിച്ചയാൾ വളരെ നല്ല ആളായിരുന്നു. എന്തായാലും മരിച്ചയാളുടെ വീട്ടിലെ ഒരംഗം പോലെ ആയതുകൊണ്ട് അയാൾ ഭക്ഷണം വിളമ്പുന്നതിനായി കൂടെ കൂടി. സമയം 12. അപ്പോൾ പുറത്ത് റോഡിലായി ആ നാട്ടിലെ കുറച്ച് കുട്ടികളെയും സ്ത്രീകളെയും അയാൾ കണ്ടു. മുഷിഞ്ഞ വസ്ത്രങ്ങളായിരുന്നു എല്ലാവരുടെയും. തലയിൽ എണ്ണ എന്ന സാധനം എന്നെങ്കിലും തൊട്ടെങ്കിലും പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമാറുള്ള തലമുടികൾ. സ്കൂളിൻ്റെ പടിക്കെട്ടുകളിൽ ഒരിക്കൽ പോലും പാദസ്പർശിക്കാത്ത 1-നും 16-നും ഇടയിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും. അയാളുടെ കണ്ണുകൾ അവരിൽ എത്തിയെങ്കിലും അയാളുടെ മുമ്പിൽ വന്ന് നിന്ന് ഒരാൾ അയാളുടെ ശ്രദ്ധ തിരിച്ചു. നിരനിരയായി VIP-കൾ, മുന്തിയ ഇനം നാട്ടുകാർ. അവർക്കൊക്കെ ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും അയാളുടെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് ഗേറ്റിന് വെളിയിലേക്ക് നീളാറുണ്ടായിരുന്നു. 2-3 ഇടങ്ങളിലായി ഭക്ഷണം കൊടുക്കുന്നുണ്ട്. എന്നാൽ അവർക്കൊന്നും മുമ്പിലേക്ക് മേൽപ്പറഞ്ഞ കുട്ടികളോ സ്ത്രീകളോ എത്തിയില്ല. ഇടയ്ക്കൊന്ന് ഒഴിവ് കിട്ടിയപ്പോൾ അയാൾ ഗേറ്റിന് വെളിയിലേക്ക് ഇറങ്ങി. അപ്പോൾ മരിച്ച ആളുടെ ഭാര്യ ഒരു വെള്ള വസ്ത്രക്കാരനോട് സംസാരിക്കുന്നത് കണ്ടു. സംസാരിച്ചു കഴിഞ്ഞതും അയാൾ അവരെ സമീപിച്ചു. അമ്മ, ഈ കുട്ടികൾക്കുള്ള ആഹാരം? അയാളുടെ ചോദ്യത്തിന് വളരെ നിസ്സാരമായ രീതിയിൽ അവർ മറുപടി പറഞ്ഞു. അതോ, അവരിവിടുള്ള പിള്ളേരാ, എവിടെയും കയറി ചെല്ലും. ഭയങ്കര ബഹളമായിരുന്നു. ഇവിടുത്തെ മുനിസിപ്പൽ മെമ്പറിനോടാണ് ഞാനിപ്പോൾ സംസാരിച്ചത്. അയാൾ പറഞ്ഞാൽ അവർ കേൾക്കും. ഇപ്പോൾ അവർ ശാന്തമായി. ആ അമ്മയുടെ മറുപടി കേട്ടപ്പോൾ അയാൾ ആ വെള്ളവസ്ത്രം ധരിച്ച സമാധാന വിസ്ഫോടകനെ അടിമുടിയൊന്നു നോക്കി. ജനസേവകൻ. തൻ്റെ മുനിസിപ്പാലിറ്റിയിൽ ഇത്രയും ആഹാരവും വസ്ത്രവും പഠിപ്പുമില്ലാത്ത കുട്ടികളുണ്ടായിട്ടും വെള്ളയിട്ട് നടന്ന് മറ്റുള്ളവരെ നോക്കി ഇളിച്ച് കാണിക്കുന്ന നാണം കെട്ട ഇവനെയൊക്കെ അയാൾ പറഞ്ഞാൽ കേൾക്കുമത്രേ. ബുദ്ധിയും ശക്തിയും മരവിപ്പിച്ച് ജനങ്ങളുടെ ജനപ്രിയനാകുന്ന ജനസേവകൻ, ഇവനെയൊക്കെ തെരണ്ടിവാലിന് തല്ലണം. മനസ്സിൽ നുരഞ്ഞു പൊന്തിയ ചിന്തകൾ അയാളെ ക്രോധിതനാക്കിയെങ്കിലും അയാൾ അതിനെ നിയന്ത്രിച്ചു. അല്ലെങ്കിലും തനിക്ക് വഴക്കാളി എന്ന പേര് പരക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ കൂടി മരിച്ചാളോടുള്ള മര്യാദ പാലിക്കേണ്ടിയിരിക്കുന്നു. ദേഷ്യത്തെ കൈപ്പിടിയിലൊതുക്കി പതുക്കെ ഭിത്തിയിലേക്ക് മുഷ്ടി ചേർത്തുകൊണ്ട് അയാൾ സ്വയം പറഞ്ഞു, അടങ്ങ്. അകത്തേക്ക് കയറി ആഹാരം വിതരണം ചെയ്യുന്നതിൽ അയാൾ വീണ്ടും പങ്കാളിയായി. ആളുകളൊക്കെ ഒഴിഞ്ഞു കഴിഞ്ഞു. കുട്ടികൾക്ക് ആഹാരം ആരെങ്കിലും കൊടുത്തു കാണുമെന്ന ചിന്തയിലാണ് അയാൾ പുറത്തേക്കിറങ്ങിയത്. എന്നാൽ അപ്പോഴും കുട്ടികൾ കാത്തിരിപ്പിലായിരുന്നു. സഹിക്കാവുന്നതിലപ്പുറം അയാൾ കുട്ടികളെ അകത്തേക്ക് ക്ഷണിച്ചു. അത് കണ്ട് ആരോ പറഞ്ഞു, എല്ലാവരും പോയിട്ട് കൊടുത്താൽ മതി, കുറച്ചുകൂടെ കഴിയട്ടെ. ചെറുപ്പക്കാരൻ തൻ്റെ വാച്ചിലേക്ക് നോക്കി. സമയം 2 മണിയായിരിക്കുന്നു. 12 മുതൽ 2 മണി വരെ 2 മണിക്കൂർ. കുഞ്ഞി പിള്ളേർ വിശന്ന് കിട്ടാനില്ലാത്തത് കൊണ്ട് മാത്രമാണ് പാവങ്ങൾ കാത്തുകെട്ടി കിടക്കുന്നത്. ഇനിയും സഹിക്കാൻ പറ്റില്ല. ഭക്ഷണം ആവശ്യക്കാർക്കാണ് കൊടുക്കേണ്ടത്. അവരാ ഇവിടെ VIPs. ആ കുട്ടികൾക്കും ആ അമ്മമാർക്കും മേലെ ഒരു VIP-യും ഇവിടെ എത്തിയിട്ടില്ല. പറഞ്ഞതും ചെറുപ്പക്കാരൻ ഗേറ്റ് നന്നായി തുറന്നു. വേണ്ട, അവരവിടെ റോഡിൻ്റെ വശത്തിരുന്ന് കഴിച്ചോളും. അതാ ഇവിടുത്തെ രീതി. പറഞ്ഞതും നാട്ടുകാരൻ വീണ്ടും ഇടപെട്ടു. ചെറുപ്പക്കാരൻ സംശയത്തിലായി. ഭക്ഷണം കൊടുക്കുന്ന രീതി ഇതാണോ? വേണ്ട, താനിവിടെ ഒറ്റയ്ക്കാണ്. കൂടുതൽ സംസാരിച്ചാൽ അവർക്ക് കിട്ടാനുള്ളതും കൂടെ കിട്ടില്ല. എന്നിട്ടും ചോദിച്ചു, കസേരയിൽ ഇരുത്തണ്ട, തറയിൽ വിരിച്ചിരിക്കുന്ന ടാർപ്പാളിനിൽ ഇരുത്തരുതോ? അതൊന്നും കുഴപ്പമില്ല, അവർക്കിതൊക്കെ ശീലമാണ്. അകത്തിരിക്കുന്നവർക്ക് ഇവർ ഒരു ശല്യമാകേണ്ട. ശരിയാണ്, അവർക്ക് ഇവർ ഒരു ശല്യമാകും. ചെറുപ്പക്കാരൻ സ്വയത്തെ പഠിപ്പിച്ചു. പല സ്ഥലങ്ങളിലായി നിൽക്കുന്ന കുട്ടികളോട് അയാൾ പറഞ്ഞു, നിങ്ങൾ കൈ കഴുകിയിരിക്കൂ. സാധാരണ പറയാറുള്ള വാക്ക്. പക്ഷേ ഇവിടെ ആ പറച്ചിലിന് പ്രസക്തിയില്ല. കൈ കഴുകലിനും. കുട്ടികൾ അതേപടി വെറും നിലത്തിരുന്നു. പൂഴി മണ്ണ്. അവിടെ ഇരിക്കുന്ന കുട്ടികളുടെ കയ്യിലേക്ക് പേപ്പർ പ്ലേറ്റുകൾ കൊടുത്ത് അതിലേക്ക് ചപ്പാത്തിയും പൂരിയും കടലക്കറിയും മറ്റും വിളമ്പി. മറ്റ് കറികളും പലഹാരങ്ങളും വിളമ്പാൻ തുടങ്ങിയതും പുതിയൊരാൾ രംഗത്ത് വന്ന് അയാളെ തടുത്തു. ഇതൊന്നും അവർക്ക് ശീലമില്ലെന്നേ. വെറും ചപ്പാത്തി കഴിക്കുന്നതാ അവർക്കിഷ്ടം. അവരുടെ ഇഷ്ടം. ആ വാക്കുകളിൽ അഭിപ്രായം പറഞ്ഞ ആളിനോട് പുച്ഛവും അമർഷവും ഉണ്ടായിരുന്നു. എന്തെങ്കിലും നല്ല കൂട്ടാനോ ആഹാര സാധനങ്ങളോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ചോദ്യം അകത്താണ് ചോദിച്ചത്. പുറത്ത് ചോദിക്കാൻ പാടില്ലെന്നല്ലേ? വലിയവരാണ് ചുറ്റും. ചെറുപ്പക്കാരൻ വിളമ്പാൻ ആരംഭിച്ചു. അദ്ദേഹത്തിനൊപ്പം 3-4 ആളുകൾ കൂടി. കുട്ടികളുടെ പ്ലേറ്റിലേക്കൊന്ന് പാളി നോക്കിയപ്പോൾ അയാൾക്ക് മനസ്സിലായി, കറിയെല്ലാം അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. ചപ്പാത്തിയും പൂരിയും മാത്രമാണ് കഴിക്കുന്നത്. അവസാനം സേമിയ പായസം. പ്ലാസ്റ്റിക് ഗ്ലാസ്സിൽ കിട്ടിയ പായസം വളരെ സന്തോഷത്തോടു കൂടി അവർ കഴിക്കുമ്പോൾ വിളമ്പുകാരൻ അതിൽ ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ കണ്ടു, പായസം വിളമ്പുന്നിടത്ത് നിന്നും ഒരു പയ്യൻ 4-5 ആവൃത്തി പായസം വാങ്ങുന്നത്. വിളമ്പുകാരൻ അവനെ നോക്കി ചോദിച്ചു, ഇത് എത്രാമത്തെ തവണയാടാ? കണക്കെന്താണെന്നറിയാത്ത ആ കുട്ടി എങ്ങനെ തവണ പറയും? ചെറുപ്പക്കാരൻ കുട്ടി പായസം കുടിക്കുന്നത് കാണാനായി നോക്കിയപ്പോൾ കണ്ടത് മേടിച്ച പായസം അറ്റത്തിരിക്കുന്ന ആൾക്കായി പാസ് ചെയ്യുന്ന കുട്ടിയെയാണ്. പലർക്കും പായസം 2-ാം വട്ടം എത്തിച്ചത് ആ കുട്ടിയാണ്. അമ്മമാർ താങ്കൾക്ക് കിട്ടിയ ഭക്ഷണത്തിൻ്റെ കൂടെ വീണ്ടും വാങ്ങി ആ പാത്രത്തോടു കൂടി വീട്ടിലേക്ക് മടങ്ങുന്നു. കുട്ടികൾ ആഘോഷമായാണ് ആഹാരം കഴിക്കുന്നത്. സ്വർണ്ണ സിംഹാസനത്തിൽ ഇരുന്ന് കഴിക്കുന്നവരും
കുട്ടികൾ അനുഭവിക്കുന്ന സന്തോഷത്തിൻ്റെ പിന്നിലാണെന്ന് തോന്നിപ്പോകും. പക്ഷേ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. പെട്ടെന്നാരോ അയാളെ ഊണ് കഴിക്കാൻ വിളിച്ചു. വേണ്ട, നിങ്ങൾ കഴിച്ചോളൂ. വിളിക്കാൻ വന്ന കൂട്ടുകാരനോട് അയാൾ അങ്ങനെ പറഞ്ഞെങ്കിലും അവർ അയാളെ വിട്ടില്ല. കൂടിരുത്തി കഴിപ്പിച്ചു. ആ രാത്രിയിൽ അയാൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കണ്ണടച്ചാലും തുറന്നാലും ആഹാരത്തിനായി ഗേറ്റിനരികിൽ നിൽക്കുന്ന കുട്ടികൾ. വെളുപ്പാങ്കാലത്ത് എപ്പോഴോ ചെറുതായി ഒന്ന് മയങ്ങി. അപ്പോഴൊരു മങ്ങൽ പോലെ പരേതൻ അയാളുടെ അരികിലെത്തി. ചെറുപ്പക്കാരൻ അയാളെ നോക്കി ഉച്ചത്തിൽ ചോദിച്ചു, നിങ്ങൾ മരിച്ച് സ്വർഗത്തിൽ പോയിട്ടെന്തിനാ ഈ നരകത്തിലെ ഉരുള ഉണ്ണാൻ വന്നത്? നിങ്ങളല്ലേ പണ്ട് എന്നോട് പറഞ്ഞത് ക്ഷേത്രത്തിലെ മൂർത്തിക്ക് അല്ലെങ്കിൽ ദൈവത്തിനെങ്ങനെയാണോ ആഹാരം കൊടുക്കുന്നത് അത്ര ഭക്തിയോടും ശ്രദ്ധയോടും ശുദ്ധിയോടും കൂടി വേണം പട്ടിണിക്കാരന് ആഹാരം കൊടുക്കേണ്ടതെന്ന്. പാദം കഴുകി നല്ല ഇരിപ്പിടത്തിലിരുത്തി പൂജ ചെയ്ത് ദാസ്യഭാവത്തിൽ ആഹാരം കൊടുക്കുന്നതാണ് അന്നദാനമെന്ന് നിങ്ങൾ പറഞ്ഞ ആ ദൈവങ്ങളുണ്ടല്ലോ, അവർക്കുള്ള പൂജ ഞാൻ കണ്ടു. പട്ടിക്ക് പോലും ഇതിലും മാന്യമായിട്ടാ ഇവിടുത്തെ സമത്വ സുന്ദര ലോകവാദികൾ ഭക്ഷണം കൊടുക്കുന്നത്. ഇനിയും താങ്കൾ നരകത്തിൽ നിന്നായാലും നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. കാരണം അതിലും ക്രൂരമാണ് ഇവിടുത്തെ വേർതിരിവുകൾ, വേലിക്കെട്ടുകൾ. അതുകൊണ്ട് തിരിച്ചു പൊക്കോ, വന്നിടത്തേക്ക് തന്നെ പോ. നിമിഷങ്ങൾക്കകം ആ രൂപം മുമ്പിൽ നിന്നും മാഞ്ഞുപോയി. എന്നാൽ കുട്ടികൾ അയാളുടെ ഉള്ളിൽ നിന്നും മാഞ്ഞില്ല.